15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതോസ് സ്റ്റഡി അബ്രോഡ്. ഞാനോ യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നിർത്തിയിട്ടില്ല. പ്രായം മക്കളെ അപ്പൊ മതി. ഞങ്ങൾ പിടിച്ചു നിർത്തിയത് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അവർ പറയാണ് പപ്പന് ഞങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നു. കൊച്ചുമക്കള് മാത്രം 23 പേരുണ്ട്. പറയാൻ പാടില്ല. അപ്പൊ എന്നോട് പറഞ്ഞായിരുന്നു, അപ്പച്ചനോട് പറയണായിരുന്നു. മക്കള് വരുമ്പോ ഒരാൾ അച്ഛന്റെ ഭാഗം ഒരാൾ അമ്മയുടെ ഭാഗം ഉണ്ടല്ലോ. നിങ്ങളൊക്കെ ആരുടെ രണ്ടുപേരുടെ അടുത്താണോ അതോ ഓരോരുത്തരുടെ അടുത്താണോ? ഭാഗങ്ങളൊന്നുമില്ല ഇവിടെ, എല്ലാരും ഒന്നാണ്. അല്ല, ഇവൻ എന്റെ മകൻ തന്നെയാണോ അതേ മഹാത്മാഗാന്ധിയുടെ മകൻ? ഉണക്ക മുളക് കണ്ടുണ്ടോ? അത് ഈ ചീഞ്ചട്ടിയിലേക്ക്, ഈ ചൂടായിരിക്കണ ചീഞ്ചട്ടിയിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഇരിക്കും. അതുപോലെ ആയിരുന്നു ഇതോട് വന്നിരിക്കും. അങ്ങനെയല്ല, എന്റെ വീട്ടിലാകെ 3 പേരുള്ളൂ. ഞങ്ങൾക്കൊരു ക്രിസ്മസോ ഈസ്റ്ററോ വന്ന ഒരു 2 കിലോ കോഴി, 1 കിലോ പശുവിറച്ചിയൊക്കെ മതി. ഇവിടെ ഒരു ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ വന്ന 12 കോഴി, 5-6 കിലോ ബീഫ്, പോർക്ക്, മീൻ ഒരു 6-7 കിലോ വേണം. അത്രയും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്റെ ഉള്ളിലൊരു ഇടിവെട്ടലാണ്. മോനെ രോഹ രോഹ എന്ന് വിളിക്കുമ്പോ എന്തോ പോലെ അയ്യേ ഇതെന്തത്. എന്റെ കൂട്ടുകാരന്റെ പേരൊക്കെ രോഹൻ, അവനൊക്കെ കാണുവാണെങ്കിൽ പാവം. അല്ല, എല്ലാവരും ഈ റീൽസ് കാണുമ്പോ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു? അതന്നെ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. കോളേജ് പഠിക്കുമ്പോ കല്യാണം കഴിച്ചായിരുന്നോ? സത്യം പറ പ്രോമിക്ക് എങ്ങനെ ഇതൊക്കെ അറിയണേ? സത്യം പറ പ്രോമി. ഞങ്ങളുടെ കൈകൾ വളഞ്ഞിരിക്കണില്ലേ? യൂഷ്വലി ഉണ്ടല്ലോ, ഇപ്പത്തെ പെമ്പിള്ളേരൊക്കെ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പേരൻസ് ആണ് ഇവർ രണ്ടുപേരും. ഞങ്ങളാണോ മോഡേൺ ഫാമിലി? 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതോസ് സ്റ്റഡി അബ്രോഡ്. ഒരു ഫാമിലിയില് ഒരാൾക്ക് എന്റർടൈൻമെന്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. പക്ഷെ ഒരു ഫാമിലി മൊത്തം ഒരു കൂൾ എന്റർടൈനിങ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആരുമല്ല, നമ്മുടെ നിത ക്രോമിയൻ ഫാമിലി. വെൽക്കം ടു ദി ഷോ. അടിപൊളി. ഞങ്ങളുടെ ഇൻട്രോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി അല്ലേ? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ മെറി ക്രിസ്മസ്. താങ്ക് യു. നിങ്ങളുടെ ആഘോഷം എവിടെ വരെ എത്തി? ഞങ്ങക്ക് ക്രിസ്മസ് ഭയങ്കര സ്പെഷ്യലാണ്. ഡിസംബർ തുടങ്ങുമ്പോ തന്നെ ഞങ്ങള് ഇറച്ചിയും മീനും നിർത്തും. എന്റെ അതാണ് സ്പെഷ്യൽ. നോയമ്പാ. ഓ, നിങ്ങക്ക് നോയമ്പാലേ? അപ്പൊ 1-ാം തീയതി പോലെ 24-ാം തീയതി വരെ നോയമ്പാണ്. 25-ാം തീയതിയാണ്. അത് വരില്ല. 24-ാം തീയതി വരെ നോയമ്പാണ്. 24-ാം തീയതി രാത്രി നോയമ്പൊക്കെ പൊട്ടും. അപ്പൊ നിതക്ക് സ്പെഷ്യല്, ഞങ്ങക്ക് നിതക്കിന്റെ സ്പെഷ്യൽ അതൊക്കെയാണ്. നോയമ്പെന്ന് പറഞ്ഞാ ഭയങ്കര പ്രശ്നമാണ്. പച്ചക്കറി കഴിക്കണമല്ലോ, അത് ഭയങ്കര വിഷമാ. എനിക്കില്ല, പിള്ളേർക്ക്. ഉണ്ട്. പിന്നെ അവിടെ പിന്നെ അതവൻ എന്നെ ഒന്ന് കുത്തിയതാ, മനസ്സിലായില്ലേ? അവിടെ അതിനുള്ളതാ തന്നുള്ളൂന്ന്. ഞാൻ സ്കൂളിലാ തൊട്ടടുത്ത്. അവൻ പറഞ്ഞു അവന് പൊക്കോണ്ടെന്നുള്ളൂ. ഞാൻ സ്കൂളിലാ പഠിക്കണേ. ഇല്ല, +2 ആയിട്ടുള്ളൂ. സ്കൂളിലൂടെ തൊട്ടടുത്താ. വിശ്വതി. എഞ്ചിനീയറിംഗ് ഏതാ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാൻ അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അങ്ങനെയല്ല, ഒരു വെറൈറ്റി വേണ്ട. ട്രെൻഡിന്റെ ഒരു വെറൈറ്റി വേണ്ട. പിന്നെ അവന് ചെറുപ്പം മുതലേ പഠിക്കുമ്പോ ഒരു നീളമുള്ള കോഴ്സ് ചെയ്യണമെന്ന് അവന്റെ ആഗ്രഹമായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലല്ല, ഫുള്ള് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കേട്ടോ. ഇനിയിപ്പോ ഏഴ് കാലമായോണ്ട് അത് നല്ലതാ.
അപ്പം ചേച്ചിയുടെ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു? ക്രിസ്മസ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. അത് ക്രിസ്മസിന്റെ തലേദിവസം വരെ ഉണ്ടാവും. എന്റെ ക്രിസ്മസ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതലും വീട്ടിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ക്രിസ്മസിന് ഇങ്ങനെ വെക്കാനുള്ള സാധനങ്ങൾ, അത് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു രസമുള്ള സാധനങ്ങൾ കാണില്ലേ, അതൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനുള്ളതാണ് എന്റെ ഒരു. ഞങ്ങൾക്ക് വീട്ടിൽ വന്ന് ഞങ്ങൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ നേരത്തെ ഞങ്ങൾക്ക് അത് മനസ്സിലായി. ഞങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോ എല്ലാം ഇവിടെ ഉണ്ട്, എന്ത് ചോദിച്ചാലും ഇവിടെ ഉണ്ട്. അല്ല നിതയുടെ അതൊക്കെ നിതയ്ക്ക് ക്രിസ്മസ് ഡിസംബർ തുടങ്ങുമ്പോ ഉള്ള നിതയുടെ ഡെക്കറേഷൻസ് ആണ് ഇതൊക്കെ. ഈ പ്രാവശ്യം ഇച്ചിരി വൈകി. പുള്ളിക്കാരി 5ാം തീയതി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം വരെ ഷെഡ്യൂളായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസമാണ് പുള്ളിക്കാരി ഇതൊക്കെ ഓരോന്നും എടുത്തിട്ടെ. സീസണലാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. എല്ലായിടത്തും എല്ലാം ഉണ്ടാവും, എല്ലായിടത്തുമേ ഒരു ക്രിസ്മസ് ടച്ച് ഉണ്ടാവും. എന്റെ ഉള്ളിൽ ഒരു ഇടിവെട്ടലാണ്. എന്താ തോന്നുന്നത് ഇങ്ങനെ ഒരു. അപ്പൊ അത് കാരണം ഞാൻ പുള്ളിക്കാരന് അങ്ങനത്തെ ഷോപ്പിംഗ് ഒന്നും ഇല്ല, വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല. വീട്ടില് വൈകിട്ട് എല്ലാം പറയാനുള്ളത് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് പതുക്കെ തടവി വിടും. സീരിയലിലേക്ക് കയറിയിട്ടുണ്ടല്ലോ, അപ്പൊ വില്ലത്തേക്ക് ആയിട്ട് എത്ര സാരി വാങ്ങിച്ചിട്ടുണ്ടാവും? അയ്യോ, അങ്ങനെ ചോദിച്ചാ എല്ലാ ഷെഡ്യൂളിൽ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് സാരികൾ വേണം. അതിപ്പോ എത്ര മേടിച്ചെന്ന് ചോദിച്ചാ അങ്ങനെ അറിയില്ല. നമ്മൾ ഓരോ ഷെഡ്യൂളിലും കുറച്ച് 5-8 സാരി വെച്ച് മേടിക്കും. മേടിച്ച് പുള്ളിക്കാരി പറഞ്ഞപ്പോ എന്തായാലും മേടിക്കാണ്. എന്നാ പിന്നെ ഒരു സെയിലും കൂടി തുടങ്ങിപ്പോ, സാരിയുടെ സെയിൽ തുടങ്ങി. ഈശോ അത് പറഞ്ഞില്ലേ, പൊക്കി പറഞ്ഞാ നിതാര. ഓക്കെ, സാരി സെയിൽ തുടങ്ങി. അത് നല്ലതാ, കാരണം പെട്ടിയിലിരിക്കുന്നതിലും ഭേദമല്ലേ അല്ലേ? അല്ല, അത് അതിനുള്ള സാരി അല്ല, അത് വേറെ സാരി, അതിനുവേണ്ടി വേറെ. അതിന് എടുത്തത് വെക്കാൻ പറ്റില്ലല്ലോ. ഇത് ഷൂട്ടിനും പോയി ഫാമിലി ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നു? തിരക്ക് തന്നെ, ലൈഫ് തന്നെ. അങ്ങനെയില്ല, ഞങ്ങളല്ലേ മാനേജ് ചെയ്യണേ. ഞങ്ങൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എങ്ങനെ ദൈവമേ, ഞാൻ ഒന്നും പറയണില്ല. അതെ, ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യണേ. അങ്ങനെയല്ല, മമ്മി പറഞ്ഞ പോലെ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് എഴുന്നേക്കും. പിന്നെ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ 6 മണിക്ക് ഇറങ്ങണം ഇവിടുന്ന്, അവിടെ സമയത്തിന് എത്തണം. ഇവിടുന്ന് 6 മണിക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം? 6 മണിക്ക് എഴുന്നേക്കണ മുമ്പ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റാക്കി ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാ പോണേ. അത് കഴിഞ്ഞ് രാത്രി തന്നെ പറഞ്ഞു പഠിപ്പിച്ചാ ഇത്രയും പറയാൻ പറ്റില്ല. അല്ലല്ല, അല്ലല്ല, എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, രാവിലെ 6 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഇവന് 7:15 സ്കൂളിൽ പോണം. അപ്പൊ അവന് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെച്ചിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോവാൻ. ഞാൻ എണീറ്റ് കാലത്ത് തന്നെ ഉണ്ടാക്കുമല്ല, അല്ലാണ്ട് എന്താ ഉണ്ടാക്കാറെന്ന് ചോദിക്കും. ബ്രേക്ക്ഫാസ്റ്റ് അതെങ്ങനെ ഉണ്ടാക്കണെന്നും കൂടെ ചോദിക്കും. അപ്പൊ ശരിക്കും വരും. അല്ല, ഞാനിത് എല്ലായിടത്തും പറയും. പ്രോമി എല്ലായിടത്തും ഉണ്ടാക്കണ കാര്യം പറയുമ്പോ ഞാൻ പറയും, അന്ന് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നും കൂടെ ഒന്ന് പറയാൻ പറയാം. അപ്പൊ അറിയാലോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കറക്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് അടുത്ത കൗണ്ടറിന് കിട്ടാം. നിങ്ങൾക്കൊരു എൻജോയ്മെന്റ് ആയിരിക്കും, കാരണം ശരിക്കും ഒരു ഫംഗ്ഷൻ ഒക്കെ നടന്നു കഴിഞ്ഞാൽ പുറത്തൊന്നും ആളെ വിളിക്കേണ്ട ആവശ്യം വേണ്ട. മിനിമം ഞങ്ങളുടെ വീട്ടുകാർ തന്നെ 10-16 പേരുണ്ട്. കൊച്ചുമക്കള് മാത്രം 23 പേരുണ്ട്. 23 പേരുണ്ടല്ലേ? ഇവർക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ എല്ലാ പ്രായത്തിലുള്ളവരുടെയും ഒരു ഗ്യാങ് ഉണ്ട്. ഇപ്പൊ ഈ 20-25 വയസ്സിന്റെ ഇടയിൽ കുറെ ഒരു 3-4 പേര് കാണും. അങ്ങനെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ഓരോ ഗ്യാങ്ങുകളുണ്ട്. നഴ്സറിയോ? എല്ലാ തരത്തിലുള്ള വിത്തുകളും ഇവിടെ ഉണ്ട്. പിന്നെ 10-23 പിള്ളേരില്ലേ? പറയാൻ പാടില്ല, വളരെ മോശമാണ്. അത് എന്നോട് പറഞ്ഞായിരുന്നു, അപ്പച്ചനോട് പറയണായിരുന്നു. ഇവിടെ 9 പിള്ളേരുണ്ടായിട്ട് 2 നിർത്തി. ഞാനോ? ഞാൻ നിർത്തിയിട്ടില്ല. പോരെ, ഇവര് പറഞ്ഞു മതി, ഞങ്ങള് പിടിച്ചു നിർത്തിയിരുന്ന. മൈ ഗോഡ്, പപ്പയായിട്ട് നിർത്തിയിട്ടില്ല, ഞങ്ങൾ പിടിച്ചു നിർത്തിയതാണ്. നല്ലതാ.
ഇതാണ് ഈ ആമക്കള് വലുതായുള്ള പ്രശ്നം. ചോദിച്ചില്ല എങ്ങനെ എങ്ങനെ ഒരു പെങ്കൊച്ച് വേണമെന്നില്ലായിരുന്നോടാ, നിങ്ങക്ക് പെങ്ങൾ വേണമെന്നില്ലായിരുന്നോടാ? ഓ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അവര് പറയാണ് പപ്പന് ഞങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ടിരാന്ന്. അപ്പൊ എങ്ങനെയുണ്ട്? ഇനിയിപ്പോ അതുപോലെ അത് മതി, ഇനിയിപ്പോ അത് മതി. നിങ്ങൾക്ക് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ സ്കൂളിലും കോളേജിലൊക്കെ? ഇല്ലേ? എടാ കള്ളം പറയരുത് കേട്ടാ. അത് അത് ഞങ്ങൾ ഇരിക്കുമ്പോഴാണോ ചോദിക്കുന്നത്? ആ ഒരു പറയോ? ആ ഒരു ഭയഭക്തി ബഹുമാനമുള്ള അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. മൈ ഗോഡ്, എന്താടാ ഞാനാരായി? അതെ. യൂഷ്വലി ഉണ്ടല്ലോ ഇപ്പത്തെ പെമ്പിള്ളേരൊക്കെ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പേരൻസ് ആണ് ഇവർ രണ്ടുപേരും. യൂഷ്വലി ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് കല്യാണം കഴിക്കണം എന്നില്ല. അങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊക്കെ ഉണ്ട്. മക്കളെ നിങ്ങൾ പെട്ടു, മക്കളെ നിങ്ങൾ പെട്ടു. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മോഡേൺ ഫാമിലിയിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന. പക്ഷെ അങ്ങനെ അങ്ങനെ ചോദിക്കാൻ ഞങ്ങളാണോ മോഡേൺ ഫാമിലി? അപ്പൊ ഇങ്ങനത്തെ ഒരു അമ്മായിമ്മനെ അമ്മായിപ്പനെയൊക്കെ നല്ലതാന്നൊക്കെ പറഞ്ഞ് വരാറില്ലേ പെമ്പിള്ളേര്? നിതയുടെ സീരിയൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആര് കയറി വരും? വില്ലത്തി. അല്ല അങ്ങനെയല്ല, ഇങ്ങനെ ഒരു കൊച്ചു ഡയറക്ടർ വന്നിട്ട് എന്നെ ഒന്നല്ല വേണ്ടത്, എന്റെ അപ്പനമ്മേനെ മതി അങ്ങനെയാണോ പറയാ? അല്ല ചോദിക്കാൻ ഞാൻ പറഞ്ഞോണ്ട് അവന്റെ ഫീലിങ്സ് നോക്കി നേരെ ഒന്നും അവനോട് അപ്പനും അമ്മേനെ ചോദിക്കണം, അവനെ ചോദിക്കണല്ലോ. ഇങ്ങനെ പറയാം. ഈ അമ്മച്ചി ഇങ്ങനെ എങ്ങനെ വീട്ടില് ഈ വില്ലത്തി ക്യാരക്ടറിന്റെ എന്തെങ്കിലും എക്സ്ട്രീംസ് ഇവിടെ ഉണ്ടോ? അങ്ങനെയല്ല, എല്ലാം ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും, നമ്മുടെ പ്രവൃത്തി അനുസരിച്ചിരിക്കും. നിങ്ങൾ രണ്ടുപേരിലും ഇപ്പം യൂഷ്വലി മക്കള് വരുമ്പം ഒരാൾ അച്ഛന്റെ ഭാഗം ഒരാൾ അമ്മയുടെ ഭാഗം ഉണ്ടല്ലോ. നിങ്ങളൊക്കെ ആരുടെ രണ്ടുപേരുടെ അടുത്താണോ അതോ ഓരോരുത്തരുടെ അടുത്താണോ? ഭാഗങ്ങളൊന്നുമില്ല ഇവിടെ, എല്ലാരും ഒന്നാണ്. ഇവൻ എന്റെ മകനാണോ അതെ അല്ല ഇവൻ എന്റെ മകൻ തന്നെയാണോ അതെ മഹാത്മാഗാന്ധിയുടെ മകൻ? അങ്ങനെ എം എ കോളേജ് കയറിയപ്പോഴാണല്ലോ ഇവൻ ഇത്ര ഫിലോസഫി. എം എ കോളേജ് ഞാൻ അവിടെ തന്നെ അവിടെ നീ പ്രപ്പോസൽസ് വന്നില്ല എന്ന് പറയുന്നത്. ഇവരെന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. ഞങ്ങളറിയണ്ട്, അവനറിയില്ല എന്നുള്ളൂ. ഇവരുടെ ആരേതൊന്നും ഞങ്ങൾ അറിയില്ല എന്നാ. അവിടെ അനങ്ങണം, ഞാൻ അവിടെ അറിയും. ഓക്കെ ഓക്കെ. അപ്പം അതെ, ഇതൊക്കെ ടെലികാസ്റ്റ് പോണതാണ് കേട്ടോ, വെറുതെ നുണ പറഞ്ഞ് നാളെ ചില ഗേൾഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങരുത്. അതന്നെ. അപ്പൊ ആലോചിക്കാണ് ആരുടെ സാധ്യത. ദൈവമേ എത്രണ്ണം വരും എന്നൊക്കെ. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു ഇപ്പൊ ഷൂട്ടൊന്നും ഇല്ല, ഒരു ഡെയിലി ഇപ്പൊ നിങ്ങൾ 4 പേരും വീട്ടിലുണ്ടെങ്കിൽ ഒരു ഡേ എങ്ങനെയാ സ്പെൻഡ് ചെയ്യാ? ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞോ. രാവിലെ എഴുന്നേക്കും, അങ്ങോട്ടും കാണും, ഗുഡ് മോർണിംഗ് പറയും, പിന്നെ ഇങ്ങനെ ഇരിക്കും. അല്ല നോർമൽ ഡേ ആണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ നേരത്തെ എണീക്കില്ല. മമ്മി എഴുന്നേക്കും. മമ്മീനെ പൊക്കാനായിട്ട് ഇവർക്ക് അല്ല മമ്മിയാണ് ഞങ്ങള് ഈ ഗ്രഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആത്മാക്കളല്ലേ ഞങ്ങൾ പോകുന്നത്. അല്ല ഇപ്പൊ വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത സാധാരണ ദിവസമാണെങ്കിൽ ഞങ്ങൾ നേരത്തെ എണീക്കാറില്ല. നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഒരു 6 മണിക്കൊക്കെ എണീക്കണം, ഇവന് 7:30 പോകണം, അല്ലെങ്കിൽ ഇന്നത്തേക്ക് ഷൂട്ട് ഉണ്ടാവും, അങ്ങനെയൊക്കെ. അതല്ലെങ്കിൽ ഞങ്ങൾ നോർമലി പതുക്കെ എണീക്കുള്ളൂ. ആദ്യം മമ്മി എണീക്കും പറഞ്ഞ പോലെ, അതിന്റെ പിന്നാലെ ഞാനിട്ട് വരും. ഇവന്മാർ എണീക്കാറില്ല. പിന്നെ ഇവന്മാരെ ഒരു 8 മണി 9 മണിയൊക്കെ ആവരെ ഇവരോട് എണീക്കാൻ പറഞ്ഞില്ലെങ്കിൽ ഇവർ എണീക്കില്ല. അതാണ്. അപ്പൊ പിന്നെ ഞങ്ങളെ വിളിച്ച് എണീപ്പിക്കണം. പിന്നെ സാധാരണ പോലെ തന്നെ കുറെ നേരം നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കണം. അങ്ങനെ നോർമലി ഞങ്ങൾ എല്ലാവരും വെറുതെ ഇങ്ങനെ ഇരിക്കണ ദിവസം, വീട്ടിലുണ്ടാവുന്ന ദിവസം എന്ന് പറഞ്ഞാൽ സൺഡേയാ. അപ്പൊ ഇതാ റീൽസ് ആയിട്ട് വരും. അവൻ റീൽ എടുക്കും. അല്ല 4 പേരെ ഒരുമിച്ച് കിട്ടുന്ന ദിവസങ്ങളിലാണല്ലോ ഇതൊക്കെ പറ്റും. അത് 24 hours 30 million ഓടി. 24 hours. അതിന് ഞങ്ങൾക്ക് ഒരു അവാർഡ് തരാമോ? ഓ അല്ല, സാധാരണ ഞങ്ങളുടെ ഒന്നുമില്ല. നോർമലി ഒരു ദിവസം ഇവിടെ ഉള്ള ദിവസം ഞങ്ങൾ എല്ലാവരും ഫ്രീ ഉള്ള ദിവസമായിരിക്കും റീൽസ് എടുക്കുന്നത്. കാരണം 4 സാറ്റർഡേ സൺഡേ മാത്രമാണ് ഇവരെ കിട്ടാറുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ കുക്കിങ്ങും, ഞാൻ കുക്കിങ്ങും, ഇവര് ഒരു 11 മണി ആകുമ്പോഴേക്കും അടി തുടങ്ങും.
അടിയോ ആ. എന്ത് വേണമെന്നായിരിക്കും എന്ത് വേണം എന്ന് ചോദിച്ചു പിന്നെ ഇത് അത് ഉണ്ടാക്കട്ടെ ഇത് ഉണ്ടാക്കട്ടെ എന്നൊക്കെ ചോദിക്കും. ഹെൽപ്പ് ചെയ്യാൻ പറയും. അപ്പൊ ഞങ്ങൾ ആരും അങ്ങോട്ട് ചെല്ലില്ല. ലാസ്റ്റ് വേണമെങ്കിൽ ഇത് തന്നെ ഉണ്ടാക്കും എല്ലാം. ഉച്ചയ്ക്ക് ഒരു 1, 1:30, 2 മണി ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ സ്നേഹവും. ഫുഡ് കഴിക്കുമ്പോഴേക്കും സ്നേഹം. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ക്ഷീണം നിതക്കി. അപ്പൊ പിന്നെ റെസ്റ്റ് ചെയ്യണം. അപ്പൊ പിന്നെ ഉറക്കം. ഇതാണ് പരിപാടി. ഒന്നും ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങള് എന്തെങ്കിലും കുറച്ച് റീൽസ് ഒക്കെ എടുക്കും. ഒരു ദിവസം അങ്ങനെ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം അത് നാലുപേരെയും കൂടെ കിട്ടുന്നത് ഇപ്പൊ ഇവനും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ അങ്ങനെ കിട്ടണുള്ളൂ. അല്ല, എല്ലാവരും ഈ റീൽസ് കാണുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? ഇത് എപ്പോഴും ഇത് തന്നെ, എന്നും റീൽസ് എടുക്കുമോ, എങ്ങനെ എടുക്കണേന്നൊക്കെ ചോദിക്കാറുണ്ട്. ആകെ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ കിട്ടുമ്പോൾ 2-3 റീൽസ് എടുത്തു വെക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഡെയിലി നമുക്ക് എടുക്കൽ നടക്കില്ലല്ലോ. ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ നിങ്ങൾ 4 പേരും കൂടി പോകുന്ന റീലുകളാണ് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത്. അതെ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ എല്ലാരും അങ്ങനെ ചോദിക്കുന്നത്. അതെ. ഓക്കെ. ശരി, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? അല്ലല്ലോ. അതന്നെ എനിക്ക് അങ്ങടി ചോദിക്കാനുള്ളത്. എന്റെ അല്ല, മോച്ചായ കണ്ടട്ടെ. പിന്നെ കോളേജ് പഠിക്കുമ്പോ കല്യാണം കഴിച്ചായിരുന്നോ? അല്ല, എനിക്ക് കുറച്ച് മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറയാനറിയാം. എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇതോട് മാത്രമേ പറയാത്തുള്ളൂ. ബാക്കി ഞാൻ എല്ലാവരോടും മാത്രം പറയാറില്ല, ബാക്കി എല്ലാവരോടും പറയാം. ഞാൻ അതുമേ സ്കോർ ചെയ്യണേ. അതിലാ ഞാൻ. പക്ഷെ എനിക്ക് അന്യ ലേഡീസിനെ കാണണം, അത് വന്നെങ്കിൽ അല്ലേ? അതർ ലേഡീസ്. ഞാൻ അത് പറയണോ? കോതോങ്ങലത്താണോ വീട്? ആണോ? അല്ല, അത് വേറെ ഒന്നല്ല. നിതയുടെ വീട് കോതോങ്ങലത്താ, അതുകൊണ്ട് ചോദിച്ചാ. സത്യം പറ പ്രോമിക്ക് എങ്ങനെ ഇതൊക്കെ അറിയണേ? സത്യം പറ പ്രോമി. ഞങ്ങളുടെ കൈകൾ വളഞ്ഞിരിക്കണില്ലേ മോനെ? നിന്റെ പപ്പ ഇടയ്ക്കിടയ്ക്ക് കോതോങ്ങലത്ത് വരാറുണ്ടോ? ഇന്ന് വരെ എന്നെ കാണാൻ വന്നിട്ടില്ല. കോളേജിൽ എന്നെ കാണാൻ വന്നിട്ടില്ല. ഏത് വർഷമായിരുന്നു എന്ത് MA കോളേജിൽ പഠിച്ചത്? 2014-17. ഓ, അപ്പൊ എന്നെക്കാൾ സീനിയറാ അല്ലേ? അതെങ്ങനെയാന്ന്? കജോളിന്റെ ഒരു മോചായ ഉണ്ടല്ലോ. ആ പുള്ളിക്കാരി ആകെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിപ്പോയാ. മൊത്തത്തിന്റെ കയ്യിൽ നിന്ന് പോയി. ഇറ്റ്സ് ഓക്കെ. എന്നോട് ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. യു ആർ ഗുഡ്. താങ്ക് യു. അതെ, അയ്യോ, അതാണ് റോണിത്ത് കുറെ ആയിട്ട് എന്റെ മുന്നിൽ കണ്ണുറപ്പിക്കുന്നുണ്ട്. പപ്പേ, എനിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള. എന്നാ പോട്ടെ, എന്നാ നമ്മുടെ ഇന്റർവ്യൂ നടത്താം. ബാക്ക് ടു ഫാമിലി. അറേഞ്ച് മാരേജ്. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നില്ല. പക്ഷെ പുറത്തുള്ള വർത്താനം മൊത്തമല്ല നിങ്ങളുടെ ലവ് മാരേജ് ആണ്. പുറത്തുള്ള വർത്താനങ്ങളൊക്കെ തെറ്റാ, അകത്തുള്ളതാണ് റിയൽ വർത്താനം. ഞാന് എന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി എനിക്ക് തോന്നുന്നു ഉണ്ടായി ഫസ്റ്റ് ആനിവേഴ്സറിക്ക് മൂത്താളുണ്ടായിരുന്നു എന്ന് പറയുന്ന കേട്ടോ. ഫസ്റ്റ് ആനിവേഴ്സറിക്ക് റോണത്തിന് 1 മാസം പ്രായമുണ്ട്. 1 മാസം? കോതോങ്ങലിൽ നിന്ന് കൊണ്ടുവന്നാ. പറഞ്ഞ മനസ്സിലായില്ലേ? കല്യാണത്തിന് മുമ്പ് എന്താന്നറിയോ, ഞാൻ ആക്ച്വലി എന്റെ പേരൻസ് ഉണ്ട്. ഞാനും എന്റെ കാര്യം അങ്ങനെ തന്നെയാണോ? ആനിവേഴ്സറിക്ക് മുമ്പ് സെറ്റ് ആയോ? അതല്ല, എന്റെ പേരൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ ഒരു ഇതില് അവരുടെ കല്യാണം മാർച്ച് 5-ന് കഴിഞ്ഞു. ഡിസംബർ 1-ാം തീയതി ഞാൻ ജനിച്ചു. അപ്പൊ ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഒരു അറിവുള്ള പ്രായത്തിൽ ഞാനിങ്ങനെ ആലോചിക്കും, ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. പിന്നെയാണ് എനിക്ക് പിന്നീട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ആ പറഞ്ഞതില് കണക്കുകളൊന്നും അങ്ങോട്ട് മുട്ടുന്നില്ലല്ലോ. സോണിത്തെ ആ കണക്കുകളൊന്നും നോക്കി. ഞങ്ങളുടെ കണക്കുകളൊക്കെ കറക്റ്റാ. ഞങ്ങളുടെ 2004-ലായിരുന്നു ഞങ്ങളുടെ കല്യാണം. 2005-ല് റോണിത്ത് ഉണ്ടായി. അപ്പൊ ഹണിമൂണ് അതൊക്കെ അതിന്റെ കൂടെ ഇഷ്ടംപോലെ ഹണിമൂണൊക്കെ പോയി. നിങ്ങക്ക് പെട്ടെന്നായി പോയി എന്നുള്ള തോന്നലുണ്ടായിട്ടോ? റിഗ്രറ്റ് തോന്നിയോ? കൊച്ചോ അവന് നീച്ച് തല്ലി. അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ എല്ലാ ആവേശവും സന്തോഷവും ഒക്കെ ഉൾക്കൊണ്ട് ഞങ്ങൾ റോണിത്തിനെ പകർന്നെടുത്താണ്. അതിനുശേഷമുള്ള എല്ലാ ആവേശവും സന്തോഷവും പക്വതയും ഒക്കെ നിലനിർത്തി റിച്ചാർഡ്. അങ്ങനെ 2 മക്കളെ ദൈവം തന്നു. പെങ്കൊച്ചു വേണം.
പെങ്കൊച്ചാണെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? ചേച്ചിക്ക് അല്ല മോളെ, എനിക്കായിരുന്നു ആഗ്രഹം. ഓക്കെ. എനിക്ക് അങ്ങനെ പെൺകുട്ടി ആൺകുട്ടി വേണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടൊരു പിള്ളേരുണ്ടാവണം എന്നുള്ളതായിരുന്നു. ചേച്ചി ഇവിടെ വന്ന് രണ്ടാമത്തെ പക്ഷെ ഞാൻ എന്തായാലും പെൺകുട്ടിയായിരിക്കും എന്ന് വിചാരിച്ചേ. ഇതൊരു പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് പേര് ഉണ്ടാവണേക്കാളും മുമ്പ് ഞങ്ങള് പേര് സെറ്റാക്കി വെക്കും. അപ്പൊ അങ്ങനെ ഇവന്റെ റോണിത്തുനിന്ന് സെറ്റായിരുന്നു. രണ്ടാമത്തെ ആയപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും പെങ്കുച്ചായിരിക്കും. ജെനിഫറിന് പേരിടാനിരുന്നതായിരുന്നു. ജെനിഫർ ആയിരിക്കുന്നു. അവൻ റിച്ചർഡ്. പിന്നെ ഞങ്ങളെ പേര് ആക്ച്വലി കണ്ടുപിടിച്ച് വെച്ചത് രോഹൻ എന്നായിരുന്നു. രോഹൻ എന്ന പേര് മാമോദിസയുടെ സമയം വരെ രോഹൻ തന്നെ ഉള്ള രീതിയിലായിരുന്നു പേരൊക്കെ. ഞങ്ങൾ ലോക്കറ്റ് വരെ രോഹൻ എന്നൊക്കെ എഴുതി ഉണ്ടാക്കി. പക്ഷെ ആ സമയത്ത് മോനെ രോഹ രോഹ എന്ന് വിളിക്കുമ്പോ എന്തോ പോലെ പെട്ടെന്ന് വിളിക്കുമ്പോ ഞങ്ങൾക്ക് തോന്നി അയ്യേ ഇതെന്നിട്ടത് ഇത് നടപടിയാവണല്ലോ, ഇത് വേണ്ട. എന്റെ കൂട്ടുകാരന്റെ പേരൊക്കെ രോഹൻ കാണുവാണെങ്കിൽ അല്ല അങ്ങനെയല്ല രോഹൻ നല്ലൊരു പേരാണ്. ഞങ്ങള് വിളിച്ചതിന്റെ പ്രശ്നമായിരുന്നു. ഞങ്ങള് വിളിക്കുന്നതിന്റെ ഒരു പ്രശ്നത്തിൽ ഞങ്ങൾക്ക് എന്തോ ഒരു തോന്നിയ കാരണം ഞങ്ങള് മാറ്റി റിച്ചാർഡ്നാക്കി. ഓക്കെ. അപ്പൊ ചേച്ചി പോയി ഒരു ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇതൊരു ജോയിന്റ് ഫാമിലി ആയിരുന്നു ഇവിടെ അല്ലേ? എങ്ങനെയായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എന്റെ മോളെ, ഉണക്ക മുളക് കണ്ടുണ്ടോ? അത് ഈ ചീഞ്ചട്ടിയിലേക്ക്, ഈ ചൂടായിരിക്കണ ചീഞ്ചട്ടിയിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഇരിക്കും. അതുപോലെ ആയിരുന്നു ഇതോട് വന്നിരിക്കും. സത്യം പറയുന്നത് അങ്ങനെയല്ല. എന്റെ വീട്ടിലാകെ 3 പേരുള്ളൂ. ഞങ്ങള് ന്യൂക്ലിയർ ഫാമിലി ജോയിന്റ് ഫാമിലി. വ്യത്യാസം ഞാൻ പറയാം. ഞങ്ങൾക്കൊരു ക്രിസ്മസോ ഈസ്റ്ററോ വന്ന ഒരു 2 കിലോ കോഴി 1 കിലോ പശുവിറച്ചിയൊക്കെ മതി. ഇവിടെ ഒരു ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ വന്ന 12 കോഴി, 5-6 കിലോ ബീഫ്, പോർക്ക്, മീൻ ഒരു 6-7 കിലോ വേണം. അത്രയും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അല്ല അത് ഭയങ്കര നിതയുടെ ഫാദർ സർവീസിലായിരുന്നു. അപ്പൊ ഇവരൊരു ജോലി, ഒരു ഫാമിലി, അങ്ങനത്തെ ഒരു ഞങ്ങളാണ് ഈ ബിസിനസ്സുകാരും. നിത ഇവിടെ വരുമ്പോൾ നിത ഭയങ്കര ഇങ്ങനെ ഞാനീ നേരത്തെ പറഞ്ഞ കണ്ടീഷനായിരുന്നു, ഞെട്ടി തീർക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ എന്നും എന്തും എല്ലാം ഒരു പ്രത്യേക ഒരു ഓളമാണ്. ഞങ്ങളിപ്പോ ഈ കാണുന്ന പോലത്തെ ഒരു ഓളമാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എല്ലാ പരിപാടികൾക്കും ഇവിടെ എല്ലാവരും വരും. ഭയങ്കര രസമാണ് എല്ലാവരും കൂടെ കൂടുമ്പോ. പക്ഷെ എനിക്കതൊരു ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല ലൈക്ക് ഇത്രയും ആൾക്കാരും ബഹളമൊക്കെ ഞങ്ങൾ സംസാരിക്കുന്ന രീതിയൊക്കെ ഇത് ഞെട്ടുമേ, ഇങ്ങനെയൊക്കെ വർത്താനം പറയാമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞങ്ങളിവിടെ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം, അതായത് ഇവിടെ അപ്പച്ചനും മക്കളും അല്ലെങ്കിൽ ഇവര് സഹോദരിമാര് തമ്മിലൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല. എൻ്റെ വീട്ടിലൊക്കെ എല്ലാം വളരെ കൺട്രോൾഡ് ആയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. ഇവിടെ എല്ലാം ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കണം. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പൊ ചേച്ചി ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയത്? ഓപ്പൺ ആയിട്ട് ടോക്കറ്റീവ് ആയത് ഇവിടെ വന്നതിന് ശേഷം? അതെ അതെ അതെ. അങ്ങനെയല്ല, ടോക്കറ്റീവ് ആയതല്ല, എന്താ പറയാ, നമ്മള് കുറച്ചുകൂടി ഓപ്പൺ ആയത്. അത് തന്നെയല്ലേ ചോദിച്ചേ. ഓക്കെ, അതെ അതെ, അത് ശരിക്കും ഇവിടെ വന്നിട്ടാ. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.